ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ആർട്ട് വർക്ക്. അതായത് നമ്മളൊക്കെ വീട്ടിൽ കിച്ചണിൽ ഉപയോഗിക്കാനായിട്ട് കോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറിയ മാറ്റുകൾ വാങ്ങാറില്ലേ? നമ്മുടെ ചായക്കപ്പ് വയ്ക്കാനും ഡൈനിങ് ടേബിളിൽ നമുക്ക് ഫുഡുകളൊക്കെ ചൂടോടെ കൊണ്ട് വയ്ക്കുമ്പോൾ അടിയിലൊരു മാറ്റ് ഉപയോഗിക്കാറുണ്ടല്ലോ. ഇനി നമ്മൾ അത് കാശ് കൊടുത്ത് വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്കൊരു സീയിങ് മെഷീനും കുറച്ച് നല്ല തുണികൾ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കണ്ടില്ലേ, ചായക്കപ്പ് നമുക്ക് നമ്മളുടെ ടീപ്പോയിൽ ചൂടോടെ ചായ കൊണ്ട് വയ്ക്കാം ഈ മാറ്റ് ഉപയോഗിച്ചിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ചൂടുള്ള ഭക്ഷണങ്ങൾ കൊണ്ട് സെർവ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അടിയിൽ ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് ഗ്ലാസ് ടേബിളുകളിലൊക്കെ വയ്ക്കാം. പിന്നെ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിൽ നമുക്ക് കുക്കറൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഇതേപോലെ വയ്ക്കാം. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് നല്ല കുറച്ച് തുണികൾ. നമ്മൾ പുതിയ തുണികൾ പോയി വാങ്ങണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ഡ്രസ്സുകളൊക്കെ വെട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചുരിദാർ എന്തെങ്കിലും തയ്ച്ചതിൻ്റെ ബാക്കി കട്ട് പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് മടക്കിയിട്ടിട്ട് അതിന് മെഷർമെൻറ്റ് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റാണ്, മീഡിയം സൈസിലുള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പീസുകൾ. അതിനുവേണ്ടി നമുക്കൊരു 5 പീസാണ് വേണ്ടത്. റൗണ്ട് ഷേപ്പിലുള്ള 5 പീസാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ 2 പീസ് ഒന്നിച്ച് വെട്ടിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾക്ക് ഏതളവിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസും കൂടെ വേണം. അതിനായിട്ട് ഞാൻ ബ്ലൂ കളറിലുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. അതും നമ്മൾ 2 പീസ് ഒന്നിച്ചാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ സ്ക്വയറിലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്കിത് വെട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്ക് 5 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. നമ്മൾ ഇതുപോലെ ആ സർക്കിളിനെ ഇതേപോലെ നേർപകുതിയായിട്ട് മടക്കിയെടുക്കുക. ആദ്യം ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒന്നുകൂടി അത് മടക്കുക. ഇങ്ങനെ നമ്മൾ മടക്കിയതിന് ശേഷം അതിൻ്റെ മിഡിൽ ഭാഗം കണ്ടില്ലേ, ആ മിഡിൽ ഭാഗത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബേസായിട്ട് എടുക്കുന്ന ക്ലോത്ത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 പീസുകളും നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കുക. ഇതിൻ്റെ മിഡിൽ ഭാഗവും നമ്മൾ നോക്കി വെച്ചിട്ട് അടിയിലിട്ടേക്കുന്ന ആ പീസിലേക്ക് ബാക്കിയുള്ള 4 പീസുകളും ചേർത്ത് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ ആ മിഡിലും ഇതിൻ്റെ മിഡിലും കൂടെ ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ചെയ്യുക. ഇനിയിപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ തന്നെ തുണി മടക്കി വീണ്ടും വയ്ക്കുക. ഇപ്പോൾ നമുക്ക് 3 പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 പീസുകളും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോവുകയാണ്. അവിടെ ഒരു ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട് നമ്മൾ. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് അടിയിലുള്ള തുണി എടുത്ത് മുകളിലേക്ക് വയ്ക്കുക. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 4 പീസായി. ഇനി 5ാമത്തെ പീസ് നമ്മൾ എടുത്ത് ഇതേപോലെ വയ്ക്കുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം അതിന് അടിയിലുള്ള ആ പീസ് എടുത്ത് മുകളിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇത്രയും ചെയ്ത് കണ്ടോ. ഇപ്പം നമ്മൾ 5 പീസും വെച്ച് കഴിഞ്ഞു. ആദ്യം ബേസായിട്ടൊരു പീസ് വെച്ചതിന് ശേഷം ബാക്കി 4 പീസും നമ്മൾ അതിന് മുകളിലേക്ക് വെച്ച രീതി കണ്ടില്ലേ. ഏറ്റവും അടിയിൽ ഉള്ളത് മാത്രം നമ്മൾ മടക്കിയില്ല, ബാക്കിയൊക്കെ നമ്മൾ മടക്കിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അരികിന് കൂടെ ഒരു 1/4 ഇഞ്ച്
ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് 1/4 ഇഞ്ച് മതി. അതിൻ്റെ മിഡിൽ ഭാഗം ഓപ്പണായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന തുണി ഇളകി പോകാതെ ഇരിക്കാൻ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തേക്കുള്ള ആ ചെറിയ ഭാഗം 1/4 ഇഞ്ച് കിടക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒരു കാരണവശാലും കട്ട് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ മറിച്ചിടാൻ പോവുകയാണ് തുണി. അപ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടേ, ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ ഭാഗം ഇതേപോലെ ഓപ്പണാണ്, നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആ ഉൾഭാഗം എടുത്ത് പുറത്തേക്കാക്കാം. ഇങ്ങനെ നമുക്ക് മറിച്ചിടാം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് മറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ അകവും പുറവും ഒരുപോലെ തന്നെയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് മിനുക്കിയെടുക്കാം. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ്. നമുക്ക് ഏത് മോഡലിലുള്ളത് വേണമെങ്കിലും ഇതുപോലെ ചെറുതും വലുതുമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.